അപ്പോൾ നല്ലൊരു യാത്രയാണ്. സുട്ടുവും മീട്ടുവും ഉള്ള യാത്രയിൽ ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട് ആലപ്പുഴയിലെത്തി. ഇന്നലെ രാവിലെ ഒരു 11:30 കൂടി നമ്മൾ ബോട്ടിൽ കയറി. അപ്പോൾ ആലപ്പുഴയുടെ ഒരു ചരിത്രമുണ്ട്. നമ്മുടെ ഈ ബോട്ട് നിയന്ത്രിക്കുന്നത് നമ്മുടെ സന്തോഷേട്ടനാണ്. ഏകദേശം ഒരു 25 വർഷക്കാലം അദ്ദേഹം ഈ ബോട്ടുമായി അതേപോലെ തന്നെ ഈ ആലപ്പുഴയുടെ ഹൃദയം തൊട്ടറിഞ്ഞ ആളാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം നമുക്കൊന്ന് ചോദിച്ചറിയാം. നല്ലൊരു യാത്രയാണ്. അപ്പോൾ നമ്മളെ സന്തോഷേട്ടനെ നമുക്കൊന്ന് കാണാം. അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. രസോട്ട് കാണാം. ഹൗസ് ബോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ഹൗസ് ബോട്ട് എന്ന് പറയുന്ന സംഭവം ക്യാരി ബോട്ടായിരുന്നു. പച്ചക്കറിയും പ്രൊവിഷനും ഒക്കെ കൊണ്ടുവരും. അന്ന് ആ സമയത്ത് ഈ ലോറികളോ മറ്റുള്ളതോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 4 ദിവസത്തെ യാത്രയാണ്. കൊച്ചിയിൽ നിന്ന് സാധനമെടുത്ത് 2 ആൾക്കാർ നിന്ന് കഴുക്കോല് കൊണ്ട് ഊന്നി മറ്റേ പാവച്ച് അങ്ങനെയാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എഞ്ചിനൊന്നും ആ കാലഘട്ടത്തിലില്ല. അങ്ങനെയാണ് ഇത് കൊണ്ടു നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്, ആലിങ്കടയിലുള്ള ബാബു സാറാണ് ഈ ഹൗസ് ബോട്ടിൻ്റെ ഒരു ഇത് വരുന്നത്. ചെറിയൊരു ആർച്ച് പോലാണ് ആദ്യം ഈ നമ്മുടെ ഈ കെട്ടുവെള്ളം കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ആ ഒരു മോഡൽ തന്നെ ഇത് ഫുള്ളാക്കി വെച്ചിട്ട് അതൊരു റൂം സെറ്റ് ചെയ്തിട്ട് ഇത് നിന്ന് കൊണ്ടു നടക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ള ഐഡിയ പുള്ളിയാണത് ചെയ്യുന്നത്. അങ്ങനെ വെച്ച് ചെയ്താണ് നമ്മുടെ ആദ്യമായിട്ട് ഇത് ഹൗസ് ബോട്ട് ഇത് ചെയ്യുമ്പോൾ ആദ്യം ക്യാൻഡിൽ ലൈറ്റ് എന്ന് പറയും. അതായത് മണ്ണെണ്ണ വെച്ചിട്ട് ഇങ്ങനെ തിരിവെച്ച് എടുക്കുന്നത്. അതിപ്പോൾ കാണുന്നില്ല. ആ സാധനത്തിൽ വന്നപ്പോൾ ഇങ്ങനെ ഫോറിനേഴ്സാണ് ആദ്യം വരുന്നത്. ഫോറിനേഴ്സ് വന്നിട്ട് അവർക്ക് അന്ന് ഫാനോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതായാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ചെറിയൊരു ഇരണ്ട വെളിച്ചം. അങ്ങനെ കുറേ കാലം അങ്ങനെ അത് പോയി കഴിഞ്ഞിട്ടാണ് കുറച്ച് കൊതുകിൻ്റെയും ഇതിൻ്റെയൊക്കെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവർ അത് സോളാർ പവറിൽ ചെയ്തിട്ട് ഫാനും ലൈറ്റും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സോളാർ പവറിൽ ഫാനും ലൈറ്റും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ വടക്കൻ നോർത്ത് ഇന്ത്യക്കാർ വരാൻ തുടങ്ങി. അവർക്ക് കുറച്ച് ഹണിമൂൺ പീപ്പിൾ വരാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് AC വേണം, അങ്ങനെ കുറച്ചുകൂടെ റൂം കൂടുതൽ വേണം എന്നൊക്കെ വെച്ചൊരു 8-9 കൊല്ലം ഇങ്ങനെ ഹൗസ് ബോട്ട് പോയി കഴിഞ്ഞ് പെട്ടെന്നാണ് പിന്നെ ഇതങ്ങ് ഫാസ്റ്റ് ആകുന്നത്. അങ്ങനെ പിന്നെ ഈ റൂം കൂടുതലായി, ജനറേറ്ററായി. അങ്ങനെയാണ് ഈ ഹൗസ് ബോട്ടിൻ്റെ ശരിക്കും പറഞ്ഞാൽ അത് ഒന്ന് നല്ല രീതിയിലേക്ക് ഈ ഒരു രീതിയിലേക്ക് വരുന്നത്. അങ്ങനെയാണ്. നാട് കൊല്ലമാണെങ്കിലും ഞാൻ ശരിക്കും കൂടുതൽ വീട് ലീവ് എന്നൊക്കെ പറയുമ്പോൾ ഒരു 3-4 ദിവസം മാത്രമേ പോകുന്നുള്ളൂ. ഈ ബോട്ടിൽ തന്നെയാണ് ഉറക്കവും. സത്യത്തിൽ എൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഹൗസ് ബോട്ട് തന്നെയാണ്. പിന്നെ വരുന്ന ഗസ്റ്റ് പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. നല്ല ഹാപ്പിയായി പോകുന്നവരുണ്ട്. അത് നമ്മുടെ ജോലിയായിട്ട് ഭാഗമായതുകൊണ്ട് അത് ആ ഒരു ജോലിയുടെ ഇതിൽ ആ ഒരു സമയത്തെ അവർ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മളുമായിട്ട് അങ്ങ് ഫ്രണ്ട്ലി ആയി പോകും. അപ്പോഴത്തെ ആ മൈൻഡ് അവർക്ക് അറിയുന്നില്ല. ഇതിനകത്തെ സാഹചര്യം എന്തോരം ലിമിറ്റേഷൻ ഉണ്ട് എന്ന് അറിയാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. അത് കഴിഞ്ഞ് നമ്മൾ സംസാരിച്ച് അത് ക്ലിയർ ആക്കി നല്ല രീതിയിൽ ഹാപ്പി ആയി പോകാറുണ്ട്. പിന്നെ അപ്പോൾ 25 വർഷക്കാലമായി ഇവിടെ. അപ്പോൾ കുട്ടനാട് എന്ന് പറയുമ്പോൾ വള്ളംകളിയുടെ ഏറ്റവും വലിയ നമ്മുടെ ലോകത്ത് തന്നെ പറയപ്പെടുന്നൊരു സംഭവമാണ്. ഈ വള്ളം കളിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ശരിക്കും പറഞ്ഞാൽ ഓണമല്ല ഇവിടെയുള്ള നാട്ടുകാർക്ക്. നമ്മളെല്ലാവരും ആദ്യം ചെയ്യുന്നത് ഓണത്തിനെ കുറിച്ചാണ്. പക്ഷേ ആലപ്പുഴക്കാർക്ക് ഓണത്തെക്കാളും കൂടുതൽ വള്ളംകളിയാണ് അവർക്ക് ഫേമസ്. അതായത് ഒരു ബോട്ടിൽ ഒരു എന്താ പറയുക, ചുണ്ടൻ വെള്ളത്തിൽ 100-120 രൂപ ഉണ്ടാവും. അതൊരു ചിലപ്പോൾ ക്ലബ്ബായിരിക്കും, അല്ലെങ്കിൽ ഒരു ഏരിയയിലുള്ള തെക്കൻ ഏരിയ വടക്കൻ ഏരിയ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു ഏരിയ ആയിരിക്കും. അപ്പോൾ ഈ ശരിക്കുള്ള ആഘോഷം എന്ന് പറഞ്ഞാൽ അവരുടെ മെയിൻ എന്ന് പറഞ്ഞാൽ ഈ വള്ളംകളി തന്നെയാണ്. വള്ളംകളി പ്രധാനപ്പെട്ട ചുണ്ടനുകളൊക്കെ ഏതാണ് നമ്മളിവിടുത്തെ? കാരിച്ചാൽ ചുണ്ടൻ, നടുഭ, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. നമ്മളത് പേര് ഓർക്കുന്നില്ല. വള്ളംകളിയുടെ സ്പിരിറ്റ് നമ്മളത് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എല്ലാം എനിക്കില്ല. ഇവിടെ ഈ ബോട്ടിന്റെ പേര് ചിറ്റാടിയിൽ ക്രൂയിസ് എന്നാണ്. ചിറ്റാടി ക്രൂയിസ്. അതെ. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. രാവിലെ നമ്മൾ 11:30 ഇന്നലെ ഇറങ്ങി. അപ്പോൾ രാത്രി യാത്ര, അത് കഴിഞ്ഞ് സ്പീഡ് ബോട്ടിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കയറി. അതും ഒരു വളരെ ഒരു എൻജോയ്മെന്റ് ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ രാത്രിയിലെ ഒരു ചെറിയ കലാവിരുന്നും ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. ഭക്ഷണം എടുത്തു പറയേണ്ടത് ഭക്ഷണമാണ്. അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളെ തൃപ്തിപ്പെടുത്താൻ ഏതൊക്കെ വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ കൂടുതലൊന്നുമില്ല. നമ്മുടെ നാടൻ രീതിയിലുള്ള നോർമലാണ്. പിന്നെ അവർ എന്ത് റിക്വസ്റ്റ് ചെയ്യുന്നു അത് നമ്മൾ കപ്പയും മീൻ കറിയായിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ബീഫ് വേണമെങ്കിൽ ബീഫ് കറി വെച്ച് എങ്ങനെയാണ് അവരുടെ ചോയ്സ് ഇഷ്ടപ്പെടുക. അവർ സന്തോഷമായിട്ട് പോകണം, നമുക്ക് സന്തോഷമായിട്ടും. നമ്മുടെ മെയിനായിട്ട് ഹൗസ് ബോട്ടിൽ സേഫ്റ്റിയാണ് നമ്മൾ മെയിൻ ഉദ്ദേശിക്കുന്നത്. ആ സേഫ്റ്റിയിലേക്ക് പോവുക. ഇവിടെ ആലപ്പുഴയുടെ ഏറ്റവും നല്ല ഫുഡ് വരുന്ന ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഫുഡ് ഏതാണ് ചോദിച്ചത്? നമ്മുടെ കേരള ഫുഡ് തന്നെയാണ്. കേരള ഫുഡ്. സാമ്പാർ, വെജിറ്റബിൾ, അങ്ങനെ ഉള്ള ഐറ്റം തന്നെ. അതാണ് ഈ നമ്മുടെ എന്താണ് നമ്മൾ നാച്ചുറലായിട്ട് പണ്ട് കാലത്ത് അച്ഛനും അമ്മമാരും അപ്പന്മാരൊക്കെ ചെയ്തിരിക്കുന്നത്. അത് ആണ് അവർ ആഗ്രഹിക്കുന്നത്.
ഇതിനൊക്കെ ആലപ്പുഴ ഏറ്റവും വലിയ പ്രത്യേക താറാവർച്ചി, മുയലിറച്ചി, ഉണ്ട്. പിന്നെ കള്ള്. വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഈ കള്ള് അതൊരു ചെത്തുകളൊക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് നമുക്കിവിടെ കള്ള് ഷാപ്പുകളുണ്ട്. അവിടെ തന്നെ ഫുഡ് വേറെ രീതിയിലുള്ള ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളതല്ലാതെ വേണമെങ്കിൽ അവിടെ നമുക്ക് മേടിച്ച് കഴിക്കാം. കള്ളെന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നാടൻ നമ്മുടെ ഒരു ബിയറിന്റെ ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. അത് 2 ടൈപ്പാണ്. മധുരം ഉള്ളതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ളതുണ്ട്. മധുരം എന്ന് പറയുമ്പോൾ രാവിലെ ചെത്തുന്നതാണ്. ആ ചെത്തുന്ന സാധനം തന്നെ നമ്മൾ കുറച്ച് നേരം വെച്ചിരുന്നാൽ ആ സ്ട്രോങ് ആയിട്ടുള്ള വരും. ആ സാധനം തന്നെ സെയിം ആണ്. കുറച്ച് നേരം കുറേ വെയിറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വീര്യം കൂടും. നമ്മൾ പുറപ്പെട്ട് ഏകദേശം ഒരു എത്ര കിലോമീറ്റർ യാത്രയാണ് ഈ 2 ദിവസം കൊണ്ട്? ഒരു നൈറ്റും ഒരു പകലും കൂടി ഏകദേശം ഒരു എത്ര? 2 ദിവസമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 40-45 കിലോമീറ്റർ കൂടി പോകാറുണ്ട് സ്ഥലങ്ങൾ. അതെ, ചെറിയ കനാലും കാണാൻ പറ്റും. നമുക്ക് വലിയ ബോട്ടാകുമ്പോൾ ചെറിയ കനാലൊന്നും പറ്റില്ല. അതിന് നമ്മൾ വേറെ സിക്കാരെയോ മറ്റേ സ്പീഡ് ബോട്ടൊക്കെ പോകാറുണ്ട്. ടൗണുകളിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മളെ സിറ്റിയിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് വാഹനങ്ങളാണ് കാണുക. പക്ഷേ ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ മൊത്തം ബോട്ടുകളാണ്. ഏകദേശം എത്ര ബോട്ടുകളുണ്ട് ഇവിടെ? ഈ ഹൗസ് ബോട്ട് ശരിക്കും എനിക്ക് തോന്നുന്നു 3000 ഹൗസ് ബോട്ടുകൾക്ക് മേലിലുണ്ട്. 1 ബെഡ്റൂം മുതൽ 14 ബെഡ്റൂം വരെയുള്ള ബോട്ടുകളുണ്ട്. 3500. അതുപോലെ തന്നെ ഇതിന്റെ ഇത് പല രീതിയിലാണ് ഇതിന്റെ ചെയ്യുന്നത്. ലക്ഷറി, പ്രീമിയം, അങ്ങനെ കുറെ കാറ്റഗറിയിലാണ് ഈ ബോട്ടുകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ ഒരു വാഹനം എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു വീട്ടിൽ ഒരു വള്ളം അല്ലെങ്കിൽ ഒരു ബോട്ട് അങ്ങനെയാണല്ലോ? അതെ. ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ റോഡുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഒരുപാട് സ്ഥലമുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ സാധാരണ റോഡുകളിൽ സൈക്കിള്, ബൈക്ക് ഇങ്ങനെ ഉപയോഗിക്കുന്ന പോലെ ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം ചെറിയ മോട്ടോർ ബൈക്കോ അല്ലെങ്കിൽ തുഴഞ്ഞുകൊണ്ട് പോകുന്ന വള്ളങ്ങളോ ഒക്കെ അവരുടെ എല്ലാവരുടെയും വീട്ടുകളിലുണ്ട്. അങ്ങനെ ഇവിടെ ഉള്ള ഒരു ജീവിതശൈലി, നമ്മൾക്ക് ഇവിടെ വെള്ളത്തിന് ചെറിയൊരു ഉപ്പുരസമൊക്കെ ഉണ്ട്. നമുക്ക് കുളിക്കുമ്പോൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞാണ്, വായിക്കോളുമ്പോൾ ഒക്കെ അനുഭവിച്ചറിഞ്ഞാണ്. അപ്പോൾ ഇവിടെയുള്ള കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടെ കുടിവെള്ളം കൊണ്ടുവരുന്നത് മൊത്തം മറ്റേ വള്ളത്തിൽ തന്നെയാണ്. ഈ വള്ളം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ റോഡിൽ പോകുന്ന വാഹനം പോലെ ലോറിയെ പോലെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാ സാധനവും വള്ളത്തിൽ തന്നെ കൊണ്ടുവരണം. അങ്ങനെ കുടിവെള്ളം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരണം അല്ലേ? അതെ. ഇവിടെ കുറച്ച് സ്ഥലത്തൊക്കെ ടാപ്പ് കണക്ഷനൊക്കെ ആയിട്ടുണ്ട്. പണ്ട് കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ആറ്റിലെ വെള്ളം തന്നെ ആയിരുന്നു ചോറ് വെക്കുന്നത്. ഞാനൊക്കെ ആദ്യകാലത്ത് വരുമ്പോൾ ഈ ആറ്റിലെ വെള്ളത്തിലാണ് ചോറ് വെച്ചത്. എന്നാലും ശരിക്കും പറഞ്ഞാൽ പൈപ്പിലെ വെള്ളം ഇതിവിടെ നോക്കിയാൽ മിനറൽസും കൂടുതൽ ആറ്റിലെ വെള്ളത്തിൽ. പൊല്യൂഷനും പ്രശ്നമൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് പ്രത്യേകിച്ച് പൈപ്പ് വെള്ളം ആക്കിയത്. നല്ല മധുരമായിരുന്നു അന്ന് ആ കാലത്ത് വരുന്ന. കറക്റ്റ് മൗണ്ടനിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ നേരെ പല റിവറുകൾ ചേർന്നിട്ടാണ് ഈ വേമ്പനാട്ട് കായലിലേക്ക് വരുന്നത് വെള്ളം. അപ്പോൾ ഇതിപ്പോൾ വെക്കേഷൻ സീസണാണ്. വെക്കേഷൻ സീസൺ ആയപ്പോൾ നമ്മൾ ഇന്നലെ പുറപ്പെട്ടു. അപ്പോൾ ഇന്ന് ഒരുപാട് കണ്ടു. നമ്മൾ ഒരുപാട് എല്ലാ ഹൗസ് ബോട്ടുകളിലും തിരക്കാണ്. ഫാമിലി വളരെ എൻജോയ്മെൻ്റ് ആണ്. പാട്ടും കൂത്തൊക്കെ ആയി വളരെ എൻജോയ്മെൻ്റ് ആണ്. അപ്പോൾ സന്തോഷമായിട്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ നമ്മുടെ ഈ ഏപ്രിൽ മെയ് മാസമാണ് ഏറ്റവും കൂടുതലായിട്ട് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നത്. സീസൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡിസംബറാണ്. ഡിസംബർ എന്ന് വെച്ചാൽ വെളിയിലുള്ള ഫോറിൻ കൺട്രിയിൽ നല്ല കൂളിങ്ങും അവിടെ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ അവരവിടെ നിന്ന് പുറപ്പെട്ട് വരുന്ന ആ സമയത്ത് ഫോറിനേഴ്സും നോർത്ത് ഇന്ത്യക്കാരും എല്ലാവരും കൂടെ കൂടിയിരിക്കുമ്പോൾ നല്ല തിരക്കാവും. അതാണ് ശരിക്കുള്ള സീസൺ എന്ന് പറഞ്ഞാൽ ഡിസംബറാണ്. അപ്പം വിദേശികളാണ് ഡിസംബർ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ വരുന്നത്. നമ്മൾ മലയാളീസ് ഏറ്റവും കൂടുതൽ വരുന്നത് നമ്മുടെ ഈ ഒരു മലയാളീസ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ കൂടുതലും ഡേ ക്രൂസ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. വൈകുന്നേരം തിരിച്ചു വീട്ടിൽ പോകണം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് കൂടുതലും. ഒരു 4-5 മണിക്കൂർ ഒരു 11 മണിക്ക് 11:30 കയറി 5-5:30 വരുവാകുമ്പോൾ ഇറങ്ങുക എന്നുള്ളത്. അപ്പോഴത്തെ അതിനകത്തോട്ട് എൻജോയ് ചെയ്യുന്ന രീതിയിലാണ് അവർ കൈകാര്യം. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമുള്ള സ്റ്റേ ചെയ്യുന്നത്. ഇത് നമുക്കൊരു കണ്ണെത്താ ദൂരത്തിൽ ഇങ്ങനെ കായൽ ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഈ കായലിൻ്റെ ഏകദേശം ഒരു വിസ്തീർണം കാര്യങ്ങളൊക്കെ വേമ്പനാട്ട് കായൽ ഒരു 65 കിലോമീറ്റർ മേലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൃത്യമായി അറിയത്തില്ല. എനിക്ക് ഇതിൻ്റെ ഒരു ഐഡിയ. വേമ്പനാട്ട് കായൽ മൊത്തം ചുറ്റിക്കറങ്ങണമെങ്കിൽ ഏകദേശം എത്ര മണിക്കൂർ എടുക്കും? ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഹൗസ് ബോട്ടിലെ രീതി പോവുകയാണെങ്കിൽ ഒരു നൈറ്റ് എടുക്കാം. ഒരു നൈറ്റ് എടുത്താൽ നമ്മൾ ആ അരികു വഴി ഇങ്ങനെ കറങ്ങി വരാം. എൻജോയ്മെൻ്റ് ചെയ്ത് നമുക്ക് കറങ്ങാം. അങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടുണ്ട് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി. അങ്ങനെ ഒരു യാത്ര ചെയ്തിട്ടുണ്ട്. അവർ ആഗ്രഹിക്കുന്ന എന്താണോ അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അവരുടെ സന്തോഷമാണ് നമ്മൾ. പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ടൂറിസ്റ്റുകൾ ഏറ്റവും കൂടുതലായിട്ട് മെയിനായിട്ട് ഇവിടെ വന്ന് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? പലവരുടെയും ഏറ്റവും മെയിനായിട്ട് നല്ല ഭക്ഷണം ഉദ്ദേശിച്ചവർ. നല്ല ഭക്ഷണം എന്ന് വെച്ചാൽ ഫ്രഷായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് നമ്മളിവിടെ എല്ലാം ചെയ്യുന്നത്. അവർ വന്നതിന് ശേഷം പർച്ചേസ് ചെയ്ത് കിട്ടുന്ന മീനും അന്ന് വെളുപ്പിനെ പിടിച്ചിരിക്കുന്ന മീൻ, വെളുപ്പിനെയാണ് നൈറ്റിനാണ് മീൻ പിടിക്കാൻ പോകുന്ന മീൻ പിടുത്തക്കാർ. ആ സാധനം വരുന്ന മീനും ആ രാവിലെ വരുന്ന ഫ്രഷ് പച്ചക്കറിയും എന്തെല്ലാം ഐറ്റം അത് നമുക്ക് ലൈവായിട്ട് നമ്മൾ ബോട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ വീട്ടിൽ കഴിക്കുന്നതിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിട്ട് കഴിക്കുമ്പോൾ അതുകൊണ്ട് ആ ഇഷ്ടം അവർക്ക് കൂടുതലും കാണാറുണ്ട്.
പിന്നെ ഞാൻ ഇവിടെ നിന്നിരുന്നാലും അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. പലരും വന്ന് ഓരോ സംശയങ്ങൾ ചോദിക്കും, പിന്നത്തെ ഡീറ്റെയിൽ ആയിട്ട് കാര്യം പറഞ്ഞു കൊടുക്കും. അല്ലെങ്കിൽ അവർക്ക് ഇത് ഒന്നും വന്നു പോയി എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാൻ പോലും പറ്റത്തില്ല. ഇതിനെക്കുറിച്ചോ ഇവിടുത്തെ സാഹചര്യമോ എന്താണെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ പറയാറുണ്ട്. നമ്മൾ ഈ വരുന്ന ടൂറിസ്റ്റുകളുടെ സുരക്ഷകളൊക്കെ എങ്ങനെ നമ്മൾ ഉറപ്പാക്കുന്നു? നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ് കുറേ കാര്യങ്ങളൊക്കെ അലോഡ് ചെയ്തിട്ടുണ്ട്. ഫയർ എക്സ്റ്റിങ്ഷനും ഫയർ ജാക്കറ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മെയിനായിട്ട് നമ്മൾ സേഫ്റ്റിയാണ് ഏറ്റവും ഇത് ചെയ്യുന്നത്. കാരണം ബോട്ട് തീ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വരുന്നവർ ചിലപ്പോൾ സിഗരറ്റ് വലിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരോട് നമ്മൾ പറയാറുണ്ട്, നമ്മൾ സിഗരറ്റ് വലിച്ച് ശ്രദ്ധിക്കാതെ നമ്മളിങ്ങനെ കൊട്ടിയിടും. ആ തരി മതി നല്ല കാറ്റുള്ള സമയത്ത് തീ പിടിക്കാൻ. എവിടെ നിന്നാണ് എന്താണ് പറ്റിയെന്ന് ഇതിനകത്തുള്ളവർക്ക് പോലും അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ ബോട്ടിന് പെട്ടെന്ന് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എപ്പോഴും കള്ളിക്കകത്ത്, അതായത് അള്ളിനകത്ത് വെള്ളം വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ വെള്ളം കയറിയോ അല്ലെങ്കിൽ ബോട്ട് അതിന് എവിടെയെങ്കിലും തട്ടുകയോ പിടിക്കുകയോ ചെയ്തിട്ട് ചിലപ്പോൾ ചിലപ്പോൾ മുങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ അലാറം സെറ്റ് ചെയ്തിട്ടുണ്ട്. വെള്ളം കയറി കഴിഞ്ഞാൽ ഉടനെ അലാറം അടിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും. വെള്ളവും തീയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള സേഫ്റ്റി നമ്മൾ ചെയ്യുന്നു. വളരെ സന്തോഷേട്ടൻ്റെ ഫാമിലിയെ കുറിച്ച് ഒന്ന്. എൻ്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അച്ഛനമ്മയും മരിച്ചുപോയി. ഇപ്പോൾ നിലവിൽ എൻ്റെ മൂത്ത ചേട്ടൻ കാഴ്ചയില്ലാത്ത ആളാണ്, ഇളയ ചേട്ടനും കാഴ്ചയില്ലാത്ത ആളാണ്. ഞങ്ങൾ 5 പേരുണ്ട്, 2 പെണ്ണുങ്ങളുണ്ട്, അവർക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ എൻ്റെ 2 പെൺമക്കളും ഭാര്യയും, അതാണ് എൻ്റെ കുടുംബം. കരുനാഗപ്പള്ളിയാണ്. അതെ. അപ്പോൾ സന്തോഷമായിട്ടുള്ള ജീവിതം. അപ്പോൾ നമ്മുടെ സന്തോഷേട്ടൻ ഇന്നലെ രാവിലെ 11:30 മുതൽ ഈ ഒരു നേരം ഏകദേശം 9 മണിയോട് അടുക്കുന്ന സമയം വരെ നമ്മുടെ കൂടെ എല്ലാം, നമ്മുടെ ഒരു സഹോദരനെ പോലെ, സഹോദരനായിട്ട് തന്നെ, ചേട്ടനായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട പോലെയൊക്കെ ചെയ്തു തന്നു. അപ്പോൾ വളരെ സന്തോഷമുണ്ട്. സന്തോഷേട്ടനും ഇനി ഒരുപാട് വർഷങ്ങൾ നമ്മുടെ ഒരുപാട് ടൂറിസ്റ്റുകൾക്ക് നല്ല ഒരു ചേട്ടനായി, ഒരു സഹോദരനായി ഇവിടെ വർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അതുപോലെ തന്നെ കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നല്ല ഫുഡ് വെച്ച് തന്നവരുണ്ട്, നമ്മൾ ഒരുപാട് കെയർ ചെയ്തവരൊക്കെ ഉണ്ട്. നമുക്ക് അവരെ ജസ്റ്റ് ഒന്ന് കാണാം. അപ്പോൾ നമ്മളെ സന്തോഷേട്ടൻ്റെ ഒരുപാട് ഇതിൻ്റെ അനുഭവങ്ങളൊക്കെ നമ്മൾ പങ്കുവെച്ചു. നമ്മൾ ഈ ബോട്ടിൻ്റെ താഴത്തെ നിലയിലാണ് നിൽക്കുന്നത്. താഴത്തെ ഫസ്റ്റ് ബെഡ്റൂമാണിത്. നല്ല അടിപൊളിയാണ്. ഡബിൾ ആണ്, പക്ഷേ നമുക്കൊരു 4-5 പേർക്കൊക്കെ അതിനകത്ത് കിടക്കാം. അത്രയും നല്ല ഒരു ഇതാണ്. ഇത് സെക്കൻഡ്. ഇതിൻ്റെ പിറകിലാണ് നമ്മളെ കിച്ചൺ ഉള്ളത്. അപ്പോൾ കിച്ചൺ വളരെ നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ഗംഭീര ഫുഡാണ്. നമുക്ക് അവരോട് തന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അവരെ കാണിക്കാതെ പോകാതിരിക്കാൻ പറ്റില്ല. കാരണം അത് നമ്മൾ കാണണം. കാരണം നമ്മൾ അങ്ങനെ വന്ന് അതിൻ്റെ രീതികൾ ഇതാണ് ഇതിൻ്റെ കിച്ചൺ. കിച്ചൺ വളരെ ഭംഗിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ കുക്ക്. 2 പേര് അഗസ്റ്റിൻ. എവിടെ നാട്? മാവേലിക്ക. താമസിക്കുന്നത് ആലപ്പുഴയിൽ. എത്ര വർഷമായി നമ്മുടെ ഈ ഒരു ഫീൽഡിൽ? 25 വർഷമായി ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണം, നല്ല നാവിന് രുചിയേറിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നല്ലേ? എങ്ങനെയുണ്ട് അനുഭവം 25 വർഷക്കാലം? കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിങ്ങൾ വർഷം നടന്ന് നിലനിർത്താൻ സാധിച്ചു. അങ്ങനെ കാര്യങ്ങൾ ഇപ്പോൾ മിക്കവാറും കാര്യങ്ങളൊക്കെ ഇതുകൊണ്ടിരിക്കാൻ സാധിക്കും. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ ഭാര്യയും മക്കളുണ്ട്. നിങ്ങൾ അധ്വാനിച്ചെങ്കിലേ കാര്യം നടക്കും. ഇമാതിനത്തെ കാര്യമില്ല. അപ്പോൾ അധ്വാനിച്ചെങ്കിലേ കാര്യം നടക്കുള്ളൂ. 25 വർഷമായി നല്ലൊരു വീടൊക്കെ വെച്ചു. ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളുടെ ഒരു കടാക്ഷം, അവർക്ക് നാവിന് രുചിയേറുന്ന നല്ല വിഭവങ്ങൾ വിളമ്പിയിട്ടാണ് നമ്മുടെ ചേട്ടൻ 25 വർഷം ഇവിടെ പിന്നിടുന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ നമുക്ക് ഒരു 10 പേര്, നമ്മുടെ ചുറ്റുമടക്കം 10 പേര് ഇവിടെ ഉണ്ടായിരുന്നു. 10-15 പേര്. അവർക്കുള്ള നല്ല ഭക്ഷണങ്ങൾ ഒരുക്കി. അടിപൊളി ഫുഡായിരുന്നു, ഗംഭീരമായിരുന്നു. അപ്പോൾ താറാവർച്ചയൊക്കെയാണ് ചേട്ടൻ്റെ കൈകൊണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. ഇത് കാണുന്ന പ്രേക്ഷകർ, ഇവിടെ ടൂറിസ്റ്റ് ആലപ്പുഴയിൽ വന്ന് ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്യണം എന്നുള്ള ആഗ്രഹിക്കുന്നവർ എന്തായാലും ഇവിടെ വരണം അല്ലേ? ഹൗസ് ബോട്ടിന്റെ പേര് സിറ്റാണ്. അപ്പോൾ അടിപൊളിയാണ്. എന്താണ് ഇവിടുത്തെ വരുന്ന ടൂറിസ്റ്റുകളോട് ആയിട്ട് പറയാനുള്ളത്? വരിക, സന്തോഷിക്കുക. സന്തോഷിക്കുക. ഇത് ആവശ്യങ്ങൾ ആദ്യം വള്ളത്തെ കയറുന്നതിനുണ്ടോ പറയും ഇന്ന സാധനങ്ങൾ വേണം.
കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഒരു കാര്യം നടക്കത്തില്ല. നേരത്തെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്യുക, എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ടെന്ന് ആദ്യം തീരുമാനിച്ചിട്ട് വേണം വള്ളത്തേക്ക് ഇറങ്ങുക. വള്ളത്തേക്ക് എനിക്ക് അത് വേണം ഇത് വേണം ഒറ്റ കാര്യം നടക്കത്തില്ല. ആദ്യം നമ്മൾ വള്ളത്തേക്ക് ഇറങ്ങിയ സാധനങ്ങൾ വേണം, ഇതിനായിട്ട് എനിക്ക് കഴിക്കണം, ഇതിനായിട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഇതിൽ സന്തോഷമായിട്ട് പോയിട്ടുണ്ട്. അതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. മറ്റ് മംഗലാപുരത്താണ് കുക്കിംഗ് അല്ല ഡിഗ്രിയൊക്കെ പഠിച്ചു. അപ്പോൾ ഡിഗ്രിയൊക്കെ പഠിച്ചത് നമ്മൾ എറണാകുളത്തിലെ നമ്മുടെ കണ്ണൂരിൻ്റെ തൊട്ടടുത്ത് കാസർഗോഡിനകത്ത് മംഗലാപുരത്താണ്. അപ്പോൾ വളരെ നന്ദി. കാരണം നല്ല ഭക്ഷണമാണ്, നാവിന് രുചിയേർന്ന അടിപൊളി വിഭവം അല്ലേ ചുട്ടും. അപ്പോൾ നല്ല ഗംഭീരമായിട്ടുള്ള ഫുഡാണ് നമ്മുടെ ഏട്ടൻ നമുക്ക് ഒരുക്കി തന്നത്, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അമരക്കാർ കൂടി ഉണ്ട്, നമുക്ക് അവരെ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ടിജോയുടെ നാട് കോട്ടയത്തെ ടിജോ ആണ് ഇവിടെ ഓടിനാണ്. നമുക്ക് എന്ത് വേണോ അത് ചടപട ഓടി എത്തിച്ചു തന്ന ആളാണ്. ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മുടെ ഈ ടൂറിസം മേഖലയെക്കുറിച്ച്, അതുപോലെ തന്നെ ഈ ആലപ്പുഴയെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും? വളരെ നല്ല അഭിപ്രായം, നല്ല രീതിയിൽ നല്ല സ്ഥലം, വളരെ ടൂറിസം എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണോ എന്താണ്? അപ്പോൾ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളോട് എന്താ പറയുന്നത്? വരുക, എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക. വരുക, എൻജോയ് ചെയ്യുക, ആസ്വദിക്കുക, ഇതാണ് നമ്മുടെ ടിജോയ്ക്ക് പറയാനുള്ളത്. അപ്പോൾ ഓക്കെ, വളരെ അടിപൊളി നല്ല യാത്രയായിരുന്നു, നല്ല കെയറിംഗ് ആയിരുന്നു, അടിപൊളിയാണ്. ഇത് വരുന്ന കാണുന്ന പ്രേക്ഷകർ, കണ്ണൂരിൽ നിന്ന്, ഇരിട്ടിയിൽ നിന്നും നമ്മുടെ മലയോര മേഖലയിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകൾ എന്തായാലും ഇവരെ കോൺടാക്ട് ചെയ്യണം. അപ്പോൾ ഓക്കെ, നമുക്ക് ഒരുപാട് കാഴ്ചകൾ ഇനിയും കാണാനുണ്ട്, യാത്രകളുണ്ട്. അപ്പോൾ നല്ല ഒരു യാത്രയായിരുന്നു. അപ്പോൾ നമ്മോടൊപ്പം നമ്മുടെ ഈ ഒരു മാപ്ര കുടുംബത്തിൽ നിന്ന് വന്ന, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഒരു ട്രിപ്പാണല്ലോ ഈ ചേട്ടാ. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു അനുഭവം കാര്യങ്ങളൊക്കെ? നമ്മുടെ ഇനി ഇവിടെ വരാൻ കൊതിക്കുന്നവർ അതിനെക്കുറിച്ചൊന്നും അറിയാം. നമ്മുടെ ഒത്തിരി ചർച്ചകൾക്ക് ശേഷം, അത് ഗോവ വേണോ ചെന്നൈ വേണോ അങ്ങനെ തുടങ്ങി കുറേ സ്ഥലങ്ങൾ നമ്മുടെ ചർച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ആലപ്പുഴയിലോട്ട് സജസ്റ്റ് ചെയ്യുന്നത്. 1 ഡേ നമ്മളിവിടെ ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യുക, അതിൻ്റെ എക്സ്പീരിയൻസ് അനുഭവിക്കുക എന്നുള്ളത് നമ്മുടെ ഒത്തിരി ചർച്ചയ്ക്ക് ശേഷം എടുത്തൊരു തീരുമാനമാണ്. പക്ഷേ ആ തീരുമാനം ഒരിക്കലും നഷ്ടമായി നമുക്ക് പറയാൻ പറ്റില്ല. തികച്ചും ഒരു വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ദിവസം മുഴുവൻ വള്ളത്തിലുള്ള യാത്ര. ഇന്നലെ 11 മണിക്ക് ആരംഭിച്ച് ഇപ്പോൾ നമ്മൾ കടവിനോട് അടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 9 മണിയോടെ, 9 മണിയാണ്, 9 മണിയോടെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി തിരിച്ച് വീട്ടിലോട്ടുള്ളൊരു യാത്ര. ഇപ്പം ഇതൊരു എല്ലാവരോടും പറയാനുള്ളത്, നമുക്ക് പോകണമെന്ന് വിചാരിച്ചാൽ പോവുക, അത് എൻജോയ് ചെയ്യുക. അല്ലാതെ നമ്മൾ അതിനായിട്ട് പിന്നെ നമുക്ക് സമയമില്ല, അതിന് നമുക്ക് കഴിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. ആദ്യം ഞങ്ങൾ വയനാട് പോയൊരു 1 ഡേ ട്രിപ്പായിരുന്നു. 1 ഡേ ട്രിപ്പ് ഭംഗിയായിട്ട് അടിച്ചു പൊളിച്ചു വന്നു. രണ്ടാമത്തെ ദിവസം ഞങ്ങളുടെ 2 ഡേയ്സ് ട്രിപ്പ്. അത് അതിലും മനോഹരമായിരുന്നു. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇവിടുത്തെ വന്ന ഇവരുടെ നമ്മളോടുള്ള സമീപനവും നമുക്ക് തന്ന ട്രീറ്റ്മെൻറ്റും ഭയങ്കര ഗംഭീരമായിരുന്നു. ഭക്ഷണം സൂപ്പർ, പൊളി, ഒന്നും പറയണ്ട. എന്നോട് പറയാനുള്ളത്, മാക്സിമം ആൾക്കാർ വരിക, ഈ ഒരു ട്രിപ്പ് എൻജോയ് ചെയ്യുക, പറ്റുമെങ്കിൽ 1 ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യുക. അപ്പോഴേ അതിൻ്റെ ഒരു ഭംഗി, യഥാർത്ഥ ഭംഗി കിട്ടും. നമ്മൾ വന്ന് റെഡി ചെയ്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി കിട്ടില്ല. സ്പീഡ് ബോട്ടുണ്ട്, അങ്ങനെ ഇടയ്ക്ക് നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾ വരുന്നത് നമ്മൾ വാങ്ങിച്ചു കൊടുത്തവർ നമുക്ക് കുക്ക് ചെയ്ത് തരും. നമുക്ക് ഭക്ഷണത്തിനൊന്നും യാതൊരു പ്രശ്നമില്ലാതെ നല്ല രുചികരമായ ഭക്ഷണം നമുക്ക് കിട്ടുന്നു. പിന്നെ എന്തുകൊണ്ടും നമ്മുടെ എ സി റൂം വളരെ സുന്ദരമായിട്ട് 9 മണി കഴിയുമ്പോൾ കയറി കിടന്നാൽ സുന്ദരമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം. മോറോവർ ഇതൊരു എക്സ്പീരിയൻസാണ്. ഞാൻ പറയുന്നതിലപ്പുറം നമ്മളത് നേരിട്ട് വന്ന് അനുഭവിക്കേണ്ട ഒരു എക്സ്പീരിയൻസാണ്. ഞങ്ങളേതായാലും ഞങ്ങളുടെ ഫുൾ ഫാമിലി, ഞങ്ങളുടെ മാപ്ര ഫാമിലി എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു. നിങ്ങളും വരണം, എൻജോയ് ചെയ്യണം.
അപ്പോൾ കേട്ടല്ലോ, നമ്മുടെ വിജയേട്ടനാണ്. വിജയേട്ടൻ എന്ന് പറയുമ്പോൾ നല്ലൊരു എഴുത്തുകാരനാണ്. ചെന്നൈ പട്ടണം എന്ന് പറയുന്ന ഒരു പുസ്തകം വരെ എഴുതി, ഒരുപാട് പുസ്തകങ്ങൾ എഴുതുന്നു. അപ്പോൾ കണ്ണൂർ ദീപിക ഇരുട്ടി റിപ്പോർട്ടർ കൂടിയാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ചുള്ള ഒരു യാത്രയിൽ നല്ല ഒരു അനുഭവമാണ് ഇപ്പോൾ വിജയേട്ടൻ നമ്മോട് പങ്കുവെച്ചത്. ഇത് കാണുന്ന പ്രേക്ഷകർ ഇനിയും വരണം. വിജയേട്ടൻ്റെ വൈഫ് നമ്മുടെ കൂടോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മുടെ വിജയേട്ടൻ്റെ വൈഫിൻ്റെ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വൈഫിനോട് തന്നെ നമുക്ക് ചോദിച്ചത്. അല്ല വിജയേട്ടാ? തീർച്ചയായിട്ടും. അല്ല സുട്ടോ? ഓക്കെ. അപ്പോൾ സുട്ടപ്പനും മീട്ടും യാത്രയിൽ ആലപ്പുഴയിൽ നമ്മോടൊപ്പം നമ്മുടെ വിജയേട്ടൻ്റെ വൈഫാണ്. ചേച്ചിയുടെ പേര്? എൻ്റെ പേര് ഡൈനമ്മ ജോസഫ്. എനിക്കറിയാം, നമ്മുടെ പ്രേക്ഷകർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ചേച്ചി ഇവിടുത്തെ വന്നപ്പോഴുള്ള അനുഭവം എങ്ങനെയുണ്ട്? നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട്, വിദേശത്ത് പോയിട്ടുണ്ട്, നമ്മുടെ നാടുകളിലൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ മനോഹര മേഖലയിൽ നിന്ന് ആലപ്പുഴയിൽ വന്നപ്പോൾ ഹൗസ് ബോട്ട് യാത്രയിലൂടെ ഈ ഒരു അനുഭവം. ആലപ്പുഴയിൽ വന്നപ്പം നമ്മൾ ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ബുക്കിൽ നമ്മൾ പടം വരയ്ക്കില്ലേ? പടം വരയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ എന്താ വരയ്ക്കുന്നത്? കുറച്ച് തെങ്ങ്, പാടം, അവിടെ ഇവിടെയും കുറച്ച് മുട്ടക്കുന്നുകൾ, പിന്നെ കുറച്ച് പുഴ, തോണി, വീട് ഒക്കെ വരയ്ക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ അതെങ്ങനെയാണോ അത് ശരിക്കും പിക്ചറൈസ് ചെയ്ത് കണ്ടു. അതാണ് പറയാനുള്ള കാര്യം ഒന്ന്. പിന്നെ വന്നിട്ട് ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ ഈ കായലിൽ കൂടിയുള്ള ബാക്ക് വാട്ടറിൻ്റെ യാത്ര, ഇതെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഗതികളാണ്. നല്ല ഭംഗിയായിട്ട് എൻജോയ് ചെയ്തു. ഒരു 1 ഡേ ട്രിപ്പിന് കറക്റ്റായിട്ടുള്ള സ്ഥലമാണ്. ആലപ്പുഴ തന്നെ ചൂസ് ചെയ്യാൻ പറ്റിയത് ഭാഗ്യമായിട്ട് കരുതുന്നു. ഇപ്പോൾ ഭക്ഷണമൊക്കെ അടിപൊളി, സൂപ്പർ ഫുഡ്. അത് നല്ല ഷെഫിനെ, നല്ല കുക്കിനെയൊക്കെ കിട്ടുന്നതനുസരിച്ചിരിക്കും കേട്ടോ. ഇവിടുത്തെ നമ്മൾ വന്നപ്പോൾ നമുക്ക് കിട്ടിയത് നല്ല ആൾക്കാരായിരുന്നു, നല്ല ബിഹേവിയർ, നമുക്ക് നല്ല സെറ്റായിട്ടുള്ള ആൾക്കാർ, നല്ല ആൾക്കാരെ കിട്ടിയതുകൊണ്ട് നന്നായിട്ട് ഫുഡെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റി. ഇവിടുത്തെ സ്പെഷ്യൽ ഡക്കും കരിമീനും അങ്ങനത്തെ സാധനങ്ങളെല്ലാം നന്നായിട്ട് കുക്ക് ചെയ്തവർ തന്നു. നല്ല ഭംഗിയായിട്ട് കഴിച്ചു, നന്നായിട്ട് എൻജോയ് ചെയ്തു. നല്ല ഫുൾ ട്രിപ്പ്, അടിപൊളിയാണ്. അപ്പോൾ ഇനി ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളോട്, ഇവിടെ വരാത്തവരോട്, ഇത് കാണുന്ന പ്രേക്ഷകരോട് എന്താണ് ചേച്ചിക്ക് പറയാം? 1 ഡേ ട്രിപ്പ് ആരെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആലപ്പി ചൂസ് ചെയ്താൽ അവർക്ക് വർത്തായിരിക്കും, അടിപൊളിയാണ് എന്നാണ് പറയാനുള്ളത്. ഈ കായലും ഇതിൻ്റെ ഒരു സൗന്ദര്യവും, അതുപോലെ ഒരുപാട് ബോട്ടുകളുണ്ട്, അതൊക്കെ കണ്ടപ്പോൾ എന്താണ് ഒരു അനുഭവം? കണ്ടപ്പോൾ എന്താ, നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പോവല്ലേ. ഇഷ്ടംപോലെ നല്ല, ഇത്രയും വലിയ വെയിലത്താണെങ്കിലും ഒരു ശകലം പോലും നമുക്ക് ചൂടെടുക്കുന്നതായിട്ട് തോന്നിയല്ല കായലിൽ കൂടി യാത്ര ചെയ്യുന്ന സമയത്ത്. ബോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ ചൂട് ഫീൽ ചെയ്യല. നല്ല കാറ്റുള്ളതുകൊണ്ട്, പിന്നെ കാഴ്ചകളും കണ്ട് കാറ്റും കൊണ്ട് ഇങ്ങനെ വെള്ളത്തിൽ കൂടി ഒരു യാത്ര. നല്ല അടിപൊളി ട്രിപ്പാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല രസമായിട്ടുള്ള ഒരു ട്രിപ്പാണ്. അടിപൊളി. അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ നമ്മോടൊപ്പം ഒരു 10-15 പേര് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലിയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ, നമ്മുടെ ഈ ഒരു ഗ്രൂപ്പൊക്കെ ആയി നമ്മുടെ ഒരു മാപ്ര ഫാമിലിയാണ് കേട്ടോ. മാപ്ര ഫാമിലി ആയതിനു ശേഷം ഒരു രണ്ടാമത്തെ ട്രിപ്പാണ്. ആദ്യം നമ്മുടെ ഒരു 1 ഡേ ടൂർ ആയിരുന്നു വയനാട്, അത് അടിപൊളി ഗംഭീരമായിരുന്നു. അതിനുശേഷം ഒരു പ്ലാനിങ്ങിലാണ് ആലപ്പുഴ വന്നത്. നമ്മുടെ നാട്, ദൈവത്തിൻ്റെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി പുറത്തേക്ക് പോകാനുള്ള പ്ലാനൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇനി കുറച്ച് പേരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. അവരുടെ വാക്കുകൾ നമുക്ക് ചുരുങ്ങിയ സമയത്ത് നിന്ന് കേൾക്കാം. ഇപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്നത് സുട്ടിയുടെ അമ്മയാണ്, ഷിബ്നയാണ്, ടീച്ചറാണ്, അധ്യാപികയാണ്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തൊള്ളി സ്കൂളിലെ അധ്യാപികയാണ്. മോളാണ്, നല്ലൊരു ഡാൻസുകാരിയാണ്, നല്ലൊരു കലാപ്രതിഭയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ യാത്രയിൽ, മാപ്ര ടീമിൻ്റെ, നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ഒരു യാത്രയിൽ എങ്ങനെയുണ്ട് അനുഭവം? അടിപൊളിയാണ്. ആലപ്പുഴ യാത്ര വളരെ ഭംഗിയായിട്ട് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വന്നപ്പോൾ അതിനേക്കാൾ പോകുമ്പോൾ ഒരു വിഷമം തോന്നുന്നുണ്ട്. ഇതാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അനുഭവം. വളരെ നന്നായിട്ടുണ്ട്. അധ്യാപികയാണല്ലോ, അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഒരുപാട് ടൂറിനൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ആലപ്പുഴയ്ക്ക് വന്നിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഒരു, ഇനിയിപ്പോൾ സ്കൂളിലെ കുട്ടികളെയും കൊണ്ട് നമ്മുടെ ആലപ്പുഴയ്ക്ക് വരുമോ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ അവരോട് പറയാനുള്ള കഥകൾ എന്തൊക്കെയാണ് ഓർമ്മയിൽ? എനിക്ക് കുട്ടികളെയും കൊണ്ട് ഇങ്ങനെ വന്ന് ഇവിടെ പറ്റുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. അങ്ങനെ പേരൻസ് വിടുമോ എന്നും അറിയത്തില്ല. ബോട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഒരു പേടി ഉണ്ടാകും. പേടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല, നല്ല സുരക്ഷിതത്വമാണ്. അവരോട് വരാൻ പറയും എന്തായാലും. ഇവിടെ വന്നപ്പോ നല്ല ഭക്ഷണം എന്നൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് പറഞ്ഞത്. നല്ല നാവിന്റെ രുചിയാണ്, നമ്മുടെ അനുഭവമാണ്. എങ്ങനെയുണ്ടായിരുന്നു ഭക്ഷണം? ഭക്ഷണമെല്ലാം നല്ലതായിരുന്നു. കറവറച്ചിയൊക്കെ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്, നന്നായിട്ടുണ്ട്. ആദ്യമായിട്ട് കഴിക്കുന്നത് അടിപൊളിയായിട്ട്. ഇനി അടുത്ത യാത്ര എങ്ങോട്ടാണ്? എവിടെ വേണേലും പോകാം, പരന്ന് കിടക്കുമല്ലോ. അപ്പോൾ എവിടെ വേണമെങ്കിലും പോവാം. ഇനി ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളോട്, ഇവിടെ വരാത്ത ടൂറിസ്റ്റുകളോട് എന്താണ് പറയുന്നത്? എന്തായാലും വരണം തന്നെയാണ് പറയുന്നത്. ഇപ്പൊ തന്നെ കുറെ എന്റെ സ്റ്റാറ്റസ് ഒക്കെ കണ്ട ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്. എല്ലാവരോടും ഞാൻ തീർച്ചയായും വരണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂടെ വന്ന നമ്മുടെ ടീച്ചർക്ക് ചിന്നയ്ക്ക് പറയാനുള്ളത്. അപ്പോൾ സുട്ടു ഇവര് ഹാപ്പിയാണ്. ഇത് നമ്മുടെ കൂടെ 2-3 പേര് വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു അവരോട് തന്നെ ചോദിച്ചാൽ?
യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. ആദ്യമായിട്ടാണല്ലേ? അനുഭവം? അനുഭവം നല്ലൊരു അനുഭവമായിരുന്നു. നല്ലൊരു എല്ലാവരും പറഞ്ഞു. ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഭക്ഷണം അടിപൊളി, നല്ല ഭക്ഷണം. സന്തോഷം. ഇനി ഇവിടെ വരാൻ കൊതിക്കുന്നവരോട് എന്താ പറയുക? എല്ലാവരും ഇവിടെ വരണം. അപ്പോൾ മീട്ടും സുട്ടും ആലപ്പി യാത്രയിൽ ഇപ്പോൾ നമ്മുടെ ഒരു 1.5 ദിവസം 2 ദിവസത്തോളം നമ്മൾ യാത്ര ചെയ്ത ബോട്ടിൻ്റെ മാനേജിങ് ഡയറക്ടറാണ്. ബോട്ടിൻ്റെ പേര് ചിറ്റാടി ക്രൂസ് എന്നാണ്. അപ്പോൾ അടിപൊളി, നല്ല ഒരു നമുക്ക് നല്ലൊരു ഭക്ഷണവും കാര്യങ്ങളും നല്ലൊരു കെയറിങ് ഒക്കെ ആയിരുന്നു. നമ്മുടെ സ്റ്റാഫൊക്കെ എല്ലാവരും, സന്തോഷേട്ടനാണെങ്കിലും അതുപോലെ തന്നെ ടീച്ചോ എല്ലാവരും നല്ല ഒരു കെയറിങ് ആയിരുന്നു, ഭക്ഷണം ഉണ്ടാക്കിയിരുന്നൊക്കെ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ 2 പേരുടെയും നന്ദി അറിയിക്കുന്നു, നമ്മുടെ കൂടെ വന്നവരുടെയൊക്കെ നന്ദി അറിയിക്കുന്നു അല്ലേ? ഒരു താങ്ക്സ് പറയാം. താങ്ക്സ്. ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഇവിടെ വരാൻ കൊതിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ ഇതിനെ നമ്മുടെ ആലപ്പുഴയെ കുറിച്ചും അതുപോലെ ഹൗസ് ബോട്ട് യാത്രയെ കുറിച്ചും എന്താണ്? ആലപ്പുഴ ഞങ്ങളൊരു ഓൾമോസ്റ്റ് ഒരു 23-25 ഇയേഴ്സായിട്ട് ഈ ഹൗസ് ബോട്ട് ഇൻഡസ്ട്രിയിലുള്ളൊരു ടീമാണ് ചിറ്റാടി ക്രൂയിസ്. അപ്പോൾ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്ന ഒന്ന് വെച്ചാൽ നമുക്ക് തരുന്ന പൈസയ്ക്കുള്ള നമ്മളാ ഒരു സർവീസ് 100% നമ്മളാ കഴിയുന്ന രീതിയിൽ ഏറ്റവും മനോഹരമായിട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഓൾമോസ്റ്റ് ഒരു ലൈക്ക് 30,000-ഓളം കസ്റ്റമേഴ്സ് വന്ന് പോയിട്ടുണ്ടാകും. അതിന് മേളിൽ വന്ന് കാണും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് വരുന്നവരെല്ലാം മാക്സിമം നമ്മളാൽ കഴിയുന്ന രീതിയിൽ നന്നായിട്ട് സന്തോഷിപ്പിച്ച് വിടുക എന്നാണ് നമ്മളുടെ ഒരു ആഗ്രഹം. ഇങ്ങനെ തന്നെ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് സംസാരിച്ചാൽ മതി. ഇങ്ങനെയാണ് നമുക്ക് ഈ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ കോവിഡ് മൂലം ഫ്ലഡ് മൂലമൊക്കെ ഇൻഡസ്ട്രി കുറച്ച് ബാക്കിലായിരുന്നു. ഇപ്പോൾ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല ഒരു സർവീസ് കൊടുക്കാനായിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരുന്നു. അപ്പോൾ കേട്ടല്ലോ, ഇതാണ്. അപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്ന് മലയോര മേഖലയുടെ സ്ഥിരാകേന്ദ്രമായ ഇരിട്ടിയിൽ നിന്നാണ് നമ്മൾ മാപ്ര ടീമുകൾ ഇവിടെ എത്തിയത്. അപ്പോൾ വളരെ നല്ല ഒരു കെയറിങ് ആയിരുന്നു ഇവരുടെ എല്ലാവരുടെയും, ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ആണെങ്കിലും നമ്മുടെ എല്ലാവരുടെയും ഇവരുടെ എല്ലാ കെയറിങ്ങും ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും ഇവിടെ വരണം. ഫുഡ് അടിപൊളി. ഫുഡ് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും ഇത് അപ്പുറം നിന്ന് കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ എല്ലാവർക്കും ഫുഡ് എടുത്തു പറയാൻ പറ്റാത്ത രീതിയിൽ നല്ല നാവിന് രുചിയേറുന്ന നല്ല വിഭവങ്ങളാണ് നമുക്ക് വേണ്ടിയിട്ട് ഇവർ ചെയ്തു തന്നിരിക്കുന്നത്. അപ്പോൾ താങ്ക്സ്. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകർ എന്തായാലും വരണം. നമ്മുടെ ബോട്ടിന്റെ പേരൊക്കെ ഓർമ്മ ഉണ്ടല്ലോ അല്ല സുട്ടോ? ഓക്കെ താങ്ക് യു. പാല് ട്രെയിലർ വെച്ച് വെച്ചിട്ടുണ്ടാ ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കും നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കും അറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ് സേവ. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല, അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.